السلام عليكم ورحمة الله وبركاته. الحمد لله اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ونبينا محمد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാൻ തൗഫീഖ് നൽകിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. നരകമോചനം അള്ളാഹു അവന്റെ അടിമകൾക്ക് ഔദാര്യമായി വാരിക്കോരി നൽകുന്ന ഈ പുണ്യദിനങ്ങളിൽ പരിപൂർണമായി നരകമോചനം ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മളുടെ മനോമുഖരങ്ങളിലേക്ക് കടന്നു വരുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പടച്ച തമ്പുരാൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നോ അള്ളാഹു അവർക്കെല്ലാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അള്ളാഹു ഇസ്സത്തിലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാൻ പര്യവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ വെള്ളിയാഴ്ച ഈ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആയേക്കാം. അടുത്തൊരു വെള്ളിയാഴ്ചയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോ സലാം പറയുക എന്നുള്ളത് ഒഴിവാക്കും. കാരണം നമുക്കൊക്കെ പ്രതീക്ഷ ഒരു വെള്ളിയാഴ്ചയും കൂടി കിട്ടണം എന്നുള്ളതാണ്, അല്ലേ? അല്ലെങ്കിലും ഖുതുബയിൽ അങ്ങനെ സലാം പറയുക എന്നുള്ളത് ഒരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ്, ഫർളോ സുന്നത്തായ കാര്യമൊന്നുമല്ല. നമുക്കത് കേൾക്കുമ്പോൾ ഒരു മാനസികമായ റാഹത്ത് ഉണ്ടാകും എന്നതിനപ്പുറം എങ്കിലും നമ്മളായിട്ട് തീരുമാനിച്ചങ്ങോട്ട് സലാം പറഞ്ഞ് വിടാനും നല്ലതല്ല, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. ഏതായാലും അല്ലാഹു തആല അവന്റെ തീരുമാനമാണ് ഇതൊക്കെ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അതിനെ നമ്മൾ ഒന്നുകൂടി ഉറച്ചു പ്രഖ്യാപിക്കുന്നതാണ്. സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതി. പിറ കാണുമ്പോൾ നിങ്ങൾ നോമ്പെടുത്ത് തുടങ്ങണം, പിറ കാണുമ്പോൾ നിങ്ങൾ നോമ്പ് നിർത്തണം എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വചനങ്ങളാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമളാൻ അവസാനത്തിനോട് അടുക്കുമ്പോൾ ഈ റമളാനിനെ സന്തോഷത്തോടുകൂടി നമുക്ക് യാത്രയാക്കണം. നമ്മൾ എത്ര സന്തോഷത്തോടുകൂടിയാണോ റമളാനിനെ വരവേറ്റത്, അതേ സന്തോഷത്തോടുകൂടി റമളാൻ നമ്മോട് വിട പറഞ്ഞു പോകണം. റമളാൻ ഒരു അതിഥിയാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആ അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളുടെ ആതിഥേയത്വം കണ്ട്, നമ്മളുടെ സൽക്കാരം കണ്ട് നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് മനസ്സ് നിറഞ്ഞ് നമ്മോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം റമളാനിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് അവസാന സമയത്ത്, യാത്രയാക്കുന്ന സമയത്ത് കൂടുതൽ പരിശ്രമം, കൂടുതൽ നന്മകൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളാണ്. ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 കടന്നു വന്നാൽ ശബ്ദ ബിഹ്സറ, അവിടുന്ന് അരമുണ്ട് ഇറുക്കി അങ്ങ് കൊടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ ഇബാദത്തല്ലാത്ത ഒരു കാര്യവും നിമിതങ്ങളിലില്ല. അവസാനത്തെ 10 ദിവസവും നിമിതങ്ങള് പള്ളിയിൽ ഇത്തികാഫായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ചെയ്തുകൊണ്ടിരുന്ന പല അമലുകളും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഒഴിവാക്കിയിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐച്ഛികമായതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ചെയ്യും, ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേള വരെ തങ്ങൾ ഒഴിവാകാത്ത ഒരു പുണ്യം, ഒരു സുന്നത്ത്, അത് അവസാനത്തെ 10 ഇഅ്തികാഫായിരുന്നു എന്ന് കാണാം. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു തആല നബി തങ്ങളെ തിരിച്ചു വിളിക്കുന്നത് വരെ എല്ലാ റമളാനിന്റെ അവസാനത്തെ 10 മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. കാരണം എന്തുകൊണ്ട്? അവസാനത്തെ 10 അല്ലാഹു അവന്റെ അടിമകൾക്ക് വെച്ചിരിക്കുന്ന സമ്മാനമത. മാത്രമല്ല, റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷിയാകണം. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹറ ശരീഫൽ അളീം റമളാന ഷാഹിദൻ ലനാ. അല്ലാഹുവേ, ഈ റമളാനിൽ ഞങ്ങൾക്ക് നീ അനുകൂലമായ സാക്ഷിയാക്കണേ. ദുആയിൽ ഒതുങ്ങിയാൽ പോരാ. ഈ വിശുദ്ധ റമളാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമോ അതൊക്കെ നമ്മൾ ചെയ്തായിരിക്കണം റമളാനിനെ നമ്മൾ യാത്രയാക്കേണ്ടത്. നമുക്കറിയാം, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നമ്മെ അറിയിച്ചത് ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്ന രാവുകൾ എന്നാണ്. റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടിയാണ് അഹ്യാ ലൈല, അവസാനത്തെ 10 എല്ലാ രാത്രിയും നബി തങ്ങൾ ഹയാത്താക്കിയത്. തറാവീഹ് നിസ്കരിച്ച് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് പോകുകയായിരുന്നു. രാത്രി മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കമുണർന്നിരിക്കും. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ അല്ല, നമ്മൾ എത്ര പാപികളാ, നമ്മളൊക്കെ എത്ര ദുർബലരാ. നമ്മൾ എത്ര പാതിരാത്രി ഉറക്കമുണർന്നാൽ നമ്മളുടെ പാപങ്ങളിൽ നമുക്ക് മോചനം ലഭിക്കും. പക്ഷേ അല്ലാഹു തആല മുൻപിൻ പാപങ്ങൾ മുഴുവനും മാപ്പാക്കി കൊടുത്ത, ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച മാനവരിൽ മുഴുവനും ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനമാണ് ഈ പറയുന്നത്. അഹ്യാ ലൈല, രാത്രി മുഴുവനും നബി തങ്ങൾ ഹയാത്താണ്, ഉണർന്നിരിക്കും. വീട്ടുകാരെ നബി തങ്ങൾ ഉണർത്തും. എല്ലാവരെയും തട്ടി ഉണർത്തിയിട്ട് അവരെ ഇബാദത്തിലായി ഇരിക്കാൻ പറയും. അവരും വീടുകളിൽ ഇബാദത്താ. അവസാനത്തെ 10 രാത്രി മുഴുവനും പകലാക്കി മാറ്റി ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ആ രാത്രിയിലല്ലേ അല്ലാഹു തആല ആകാശത്തു നിന്ന് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഈ ഉമ്മത്തിന് ഇറക്കി കൊടുക്കുന്നത്. ലൈലത്തുൽ ഖദർ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇരുവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി തങ്ങളുടെ വളർത്തുമ്മയായ ഉമ്മു ഐമൻ എന്നിവരെ കാണാൻ ചെന്നു റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയാണ്. നബി തങ്ങൾക്ക് ഉമ്മാക്ക് പകരം ഉമ്മയാണെന്ന് തങ്ങൾ വിശേഷിപ്പിച്ച ഒരു മാതാവാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അപ്പൊ നബി തങ്ങളുടെ വേർപാടിൽ അവർക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ വിഷമമുണ്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പൊ അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഈ രണ്ടുപേരും. ചെല്ലുമ്പോൾ അവർ വല്ലാതെ വാവിട്ട് കരയുന്നുണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കരയേണ്ട കാര്യമില്ല. കാരണം വൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, നബിയെ, അങ്ങക്ക് ദുനിയാവിനേക്കാൾ ഉത്തമം പരലോകമാണ്. നബി തങ്ങൾക്ക് ദുനിയാവിനേക്കാൾ അല്ലാഹു തആല എല്ലാ ഖൈറുകളും നിറച്ചു കൊടുത്തത് പരലോക ജീവിതത്തിലേക്കാണ്. അപ്പോ ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് കടന്നുപോയ നബി തങ്ങൾ ദുഃഖങ്ങളുടെ പരീക്ഷണങ്ങളുടെ ലോകത്ത് നിന്ന് സന്തോഷത്തിന്റെ സുഖങ്ങളുടെ ലോകത്തേക്ക് കടന്നുപോയുമ്മ. അതുകൊണ്ട് നബി തങ്ങൾക്ക് എന്തെങ്കിലും വേദനകളോ എന്തെങ്കിലും നഷ്ടമോ വന്ന് നിങ്ങൾ ഓർത്ത് കരയണ്ട. ഉമ്മൈമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂബക്കറേ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നുവിട്ട ഏതെങ്കിലും നഷ്ടത്തിന്റെ പേരിൽ ഓർത്ത് കരഞ്ഞതല്ല. ഖബറിലോ ആഖിറത്തിന്റെ ജീവിതത്തിലോ നബി തങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ വരുമെന്ന് ഓർത്ത് കരഞ്ഞതല്ല. നബി തങ്ങളുടെ വിയോഗത്തെ ഓർമ്മിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വരാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്ന് മറഞ്ഞതോടുകൂടി, നബി തങ്ങളുടെ വിയോഗത്തോടുകൂടി പിന്നെ ഈ ഭൂമിയിലേക്ക് ജിബ്രീൽ വരില്ലല്ല അബൂബക്കറേ. ആ കാര്യം ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്.
കാരണം ജിബ്രീൽ ഭൂമിക്ക് ബറക്കത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അസ്രായീലിനെ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ ഇത് അസ്രായീലാണ് അലൈഹിസ്സലാം, അങ്ങയോട് റൂഹിനെ പിടിക്കാൻ സമ്മതം ചോദിക്കാൻ വന്നതാണ്. ലോകത്ത് അങ്ങനെ ആരോടും സമ്മതം ചോദിച്ചിട്ട് റൂഹിനെ പിടിച്ചിട്ടില്ല അസ്രായീൽ. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അസ്രായീലിനോട് നബി തങ്ങളോട് അനുവാദം ചോദിക്കണം. അനുവാദം ചോദിച്ചിട്ട് അനുവാദം തന്നാൽ റൂഹിനെ പിടിക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന അല്ലാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. ആ സമയത്ത് ജിബ്രീൽ പറയുന്നുണ്ട്, നബിയെ ഇതെന്റെ അവസാനത്തെ വരവാണ് ഭൂമിയിലേക്ക്. ഇനി ഞാൻ ഭൂമിയിൽ വരാൻ എനിക്ക് കൂട്ടുകാരനില്ല, എനിക്ക് വഹി കൊണ്ടുവരാൻ എനിക്ക് ആരുമില്ല, അതുകൊണ്ട് ഞാനും ഇനി ഭൂമിയിലേക്ക് വരില്ല നബിയെ എന്ന് യാത്ര പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം പോകുന്ന രംഗം ഇത് ഓർത്തിട്ടാണ് അബൂബക്കറെ ഇനി ജിബ്രീലിന്റെ വഹി കിട്ടില്ലല്ലോ, ജിബ്രീലിന്റെ പ്രകാശത്തിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞതാണെന്ന് സയ്യിദത്തുന ഉമ്മു ഐമൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ ജിബ്രീലിന്റെ ബറക്കത്ത് എത്രയാണ്, അവർ നേരിട്ട് കണ്ടതാണ്. വഹീന്റെ ബറക്കത്ത്, അതിലൂടെ ഈ ഉമ്മത്തിന് കിട്ടിയ നിഅമത്ത് അവരൊക്കെയും നേരിട്ട് കണ്ടു. അപ്പോൾ ജിബ്രീലിന്റെ നഷ്ടം, ജിബ്രീലിന്റെ വരാതിരിക്കല് അത് വലിയ നഷ്ടമായിട്ട് ഓർത്തിട്ടവർ കരഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു രാത്രിയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലുൽ മലായിക, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മലക്കുകൾ നിരനിരയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വർ-റൂഹ്, റൂഹും ഇറങ്ങി വരും. ആരാണത്? റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് ഭൂമിയിലേക്ക് മലക്കുകളെല്ലാം നിരനിരയായി ഇറങ്ങി വരിക. സലാമുൽ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നമുക്ക് രക്ഷയുമായി സലാമിന്റെ വചനങ്ങളുമായി വീടുകളിലേക്ക്, പള്ളികളിലേക്ക്, മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലേക്ക്, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അതിന്റെ ബറക്കത്ത് കിട്ടുന്നത് അത് കണക്കില്ലാത്ത ബറക്കത്താണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അൽഹംദുലില്ലാഹ്. 21, 23 രാവുകൾ കടന്നു. ഇനി നമുക്ക് 25, 27, 29 രാവുകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മൾ ആദ്യം വിലയിരുത്തണം. അടുത്തൊരു റമളാനിൽ ഇതുപോലെ സംസാരിക്കാൻ ഞാനുണ്ടാകുമോ, കേട്ടിരിക്കാൻ നിങ്ങളുണ്ടാകുമോ? എല്ലാ റബ്ബിന്റെ കയ്യിലല്ലേ. ഈ റമളാനിന്റെ തുടക്കത്തിൽ 1-ാമത്തെ പത്തിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ 2-ാമത്തെ പത്തില് ഖബറിലായി. 2-ാമത്തെ ഖബറിൽ 2-ാമത്തെ പത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ 3-ാമത്തെ പത്തിൽ ഖബറിലായി. അതുകൊണ്ട് ഞാനും നിങ്ങളും അടുത്തൊരു റമളാൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു കഴിവുമില്ല, നമുക്കൊരു പ്രാപ്തിയുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല മുഅ്മിനീങ്ങളെ. നമ്മൾ ഒന്നും എല്ലാം വെറുകയോടെ ഇരിക്കുന്നവരാണ്. തീരുമാനമെല്ലാം മുകളിൽ നിന്ന് വരേണ്ടതാണ്. ആ തീരുമാനങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു നമ്മോടുള്ള സ്നേഹമാണ്, നമ്മോട് കാണിച്ച കാരുണ്യമാണ്. ജീവിതത്തിൽ വീണ്ടും ഒരു റമളാൻ തന്നു. ആ റമളാനിനെ വെറും ആചാരങ്ങളും വെറും പ്രഹസനങ്ങളുമായി മാറ്റാതെ ഖൽബിൽ തട്ടിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക. ആരെയും കാണിക്കാനല്ല, ആരും കാണാനല്ല, ആരും നമ്മളെ കുറിച്ച് നല്ലത് പറയാനല്ല. ഈ റമളാൻ അല്ലാഹുമായിട്ട് അടുക്കാൻ. ഇനി ഒരു റമളാൻ എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കൊരു നഷ്ടവുമില്ലാതെ സന്തോഷത്തോടെ ലോകത്തോട് വിട പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു റമളാൻ എനിക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഖബറിൽ എനിക്ക് നഷ്ടബോധം വരരുത്. ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് ദുഃഖം വരരുത്. അതിനെന്ത് ചെയ്യണം? ഇനിയുള്ള ഈ അവശേഷിച്ച ദിവസം, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, 2 ദിവസമാണെങ്കിൽ 2 ദിവസം അല്ലാഹുവിന്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി സമയം മുഴുവനും ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ശഹറുൽ മുവാസാത്ത്, ഈ മാസം അത് സഹായത്തിന്റെ മാസമാണ്. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ട മാസമാണ്. അല്ലാഹുവിനോട് നമ്മൾ കാരുണ്യത്തെ ചോദിക്കും.
എനിക്കും നിങ്ങൾക്കും ഒരാൾക്കും അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. എടുത്ത ശ്വാസം മുതൽ തിരിച്ചു വിടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണോ, അള്ളാഹുവിന്റെ കാരുണ്യം വേണം. മഹശറയുടെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടണോ, അള്ളാഹുവിന്റെ കാരുണ്യം വേണം. നരകത്തിൽ നിന്ന് മോചനം വേണോ, അവിടെയും അള്ളാഹുവിന്റെ കാരുണ്യം വേണം. എന്നാൽ അള്ളാഹുവിന്റെ കരുണ നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് വേണ്ട എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. എല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാ. അത് സമ്പന്നരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, രോഗിയാകട്ടെ, രോഗമില്ലാത്തവരാകട്ടെ, മുതലാളിയാകട്ടെ, തൊഴിലാളിയാകട്ടെ, പ്രജയാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കും നിങ്ങൾക്കും കിട്ടാൻ അള്ളാഹു തആല പറഞ്ഞ വഴി എന്താ? ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. അള്ളാഹുവിന്റെ കാരുണ്യം കൊടുക്കുന്നത് കരുണയുള്ള ഹൃദയങ്ങൾക്കാണ്. അഥവാ ഞാൻ മറ്റുള്ളവരോട് കരുണ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരുന്നത്. വെറുതെ റഹ്മത്തിനെ ചോദിച്ചൊരുപാട് പറഞ്ഞു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ കരുണയില്ല, ആർദ്രതയില്ല, മറ്റുള്ള സഹജീവികളോട് അവന് സഹതാപമില്ല. അവൻ അള്ളാഹുവിന്റെ കരുണ കിട്ടില്ല. ഭൂമിയിലുള്ളവരോട്, നിന്റെ സഹജീവികളോട് നീ കരുണ കാണിക്കും. ആകാശത്തിലുള്ളവർ നിന്നോട് കരുണ കാണിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാനിൽ സത്യവിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക, സ്വതക്കകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതിങ്ങനെ നമ്മുടെ ഉത്ബോധനവും ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായി കേട്ടുവരുന്നതൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, മുസ്ലിം സമൂഹത്തിൽ പരസ്പര സഹായവും പങ്കുവെക്കലും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചത് നല്ല മാതൃകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഉള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള, മനസ്സുണ്ടാക്കാനുള്ള പ്രക്രിയയാണ്, അതിനുവേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കലാണ്. നമുക്കറിയാം റമളാനിന്റെ നോമ്പ്. വിശപ്പറിയുന്നവൻ, സ്വയം ഭക്ഷണം ഉണ്ടായിട്ടും വിശപ്പ് സഹിക്കുന്നവൻ മറ്റുള്ളവന്റെ വിശപ്പറിയുന്നു. വെള്ളം കയ്യിലുണ്ടായിട്ടും വെള്ളം കുടിക്കാത്തവൻ മറ്റുള്ളവരുടെ ദാഹത്തിന്റെ വേദന അറിയുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാക്കുന്നു. ഇത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ്. പങ്കുവെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ഉള്ളതിനോടൊപ്പം എന്നല്ല, നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന രീതി അതല്ലേ? എത്രയോ സംഭവങ്ങളുണ്ട് നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുള്ള എത്രയോ സംഭവങ്ങളുണ്ട് നമുക്കറിയാം. മരണത്തിന്റെ മുഖത്ത് കിടക്കുമ്പോൾ, യുദ്ധരണാങ്കണത്തിൽ കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിക്കുന്ന നേരത്തും മഹാനായ ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. യർമൂക്ക് യുദ്ധവേളയിൽ സഹാബാക്കളിൽപ്പെട്ട ഒരാൾ യുദ്ധരണാങ്കണത്തിൽ വെട്ടേറ്റ് മരണത്തോട് മല്ലടിച്ച് വിളിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നോക്കുമ്പോൾ ആരോ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പിതൃവ്യന്റെ മകൻ, നിങ്ങളുടെ വകയിൽ സഹോദരൻ ഇതാ യർമൂക്കിൽ രണാങ്കണത്തിൽ വെട്ടേറ്റ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു എന്ന്. അദ്ദേഹം പറയുന്നു, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരാഗ്രഹം, എന്റെ പ്രിയപ്പെട്ട സഹോദരന് അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് അവന് ഇറക്ക് വെള്ളം എനിക്ക് കൊടുക്കണമെന്ന്. ആ ഒരു ഗ്ലാസ് വെള്ളവുമായി രണാങ്കണത്തിൽ ഓടി നടക്കുകയാണ് സഹോദരനെ കാണാൻ. അപ്പോ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ സഹോദരൻ വിളിക്കുന്നുണ്ട്, എന്ന് വിളിക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി. അങ്ങനെ ഞാൻ ആ വെള്ളം എന്റെ സഹോദരന്റെ വായിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഓടി ചെല്ലുമ്പോൾ, വെള്ളം വേണമോ എന്ന് ഞാൻ ചോദിച്ചു. വേണമെന്ന് അവൻ ആദ്യം കാണിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് പൊളയുകയാണ്. ആ സമയത്ത് അവന്റെ വായിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് ഒരാളിന്റെ വിളി ഇതുപോലെ വെള്ളത്തിന് വേണ്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, എന്റെ വായിലേക്ക് നീ വെള്ളം ഒഴിക്കണ്ട, നിന്റെ കയ്യിലൊരു ഗ്ലാസ് വെള്ളമാണ്. പെട്ടെന്ന് ആകെ കാണിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ അടിക്കേന്ന്, അവൻ ഇപ്പോ മരിക്കും, നീ ഒരു ഇറക്ക് വെള്ളം നീ അവന് കൊടുക്കുന്നത്. ഞാൻ ആ വെള്ളവുമായിട്ട് ആ വിളിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവനോട് ഞാൻ വെള്ളം വായിൽ ഒഴിക്കാൻ അനുവാദം ചോദിക്കുന്നു. ആകെ കാണിച്ച് ഞാൻ ഒഴിച്ചു തരാൻ പറയുമ്പോൾ ആ സമയത്ത് വീണ്ടും തൊട്ടടുത്തത് മൂന്നാമത്തെ മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി വിളിക്കുകയാണ്. വെട്ടേറ്റ് കിടക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്.
ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, മരണസമയമാണ്. ആ സമയത്ത് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല, വെള്ളത്തിനോട് അത്രയും പരവാശം ഉണ്ടാകാത്ത ഒരാളുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട സഹോദര, നീ അവന് കൊണ്ടുകൊടുക്ക. മരിക്കുന്നതിന് മുമ്പ് ഈ സഹാബി ആ മൂന്നാമത്തെ ആളിന്റെ അടുക്കലേക്ക് വെള്ളവുമായി ഓടി ചെല്ലുകയാണ്. പക്ഷെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. അതുമായിട്ട് രണ്ടാമത്തെ ആളിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ മനുഷ്യന് വഫാത്തായി, ഷഹീദായി. സ്വന്തം സഹോദരന്റെ അടുക്കലേക്ക് അവസാനം ഓടി വരുമ്പോൾ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇത് ചരിത്ര സത്യമാണ്. യർമൂക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നടന്നതാണ്. ആ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും എന്നേക്കാൾ ആവശ്യം എന്റെ സഹോദരനാണെന്ന് കണ്ട സഹാബാക്കളുടെ അനുയായികളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്? മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമ്മൾ എങ്ങനെ പങ്കുചേരേണ്ടതുണ്ട്? എത്രയെത്രയോ സംഭവങ്ങൾ പ്രിയമുള്ളവരെ. ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സത്യവിശ്വാസി അള്ളാഹു അവന് കൊടുത്ത നിഅമത്തുകൾ ഒരുപക്ഷെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞെരുക്കം വരാം. എപ്പോഴും നമുക്ക് സാമ്പത്തിക വിശാലത ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരാം. പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാം എന്നൊരു ചിന്തയല്ല മുഅ്മിനിന് വേണ്ടത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ മാറ്റിവെച്ചിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ, മറ്റുള്ളവർക്ക് തണലേകാൻ ഒരു വിശ്വാസി തയ്യാറാകണം. റമളാനിന്റെ അവസാന ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. അങ്ങനെയുള്ള സുന്നത്തായ സദഖകളൊക്കെ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം ഫർളായ സക്കാത്ത് നമ്മൾ മറന്നുകൂടാ. നിർബന്ധമായ സക്കാത്ത് മറന്നുകൂടാ. എപ്രകാരമാണോ നമ്മൾ 5 വഖ്ത് നിസ്കരിക്കൽ നിർബന്ധം, ഒരു നിസ്കാരം ഖളാ ആയാൽ അതിനുള്ള ശിക്ഷ എന്താണോ അതേ നിർബന്ധം, അതേ ഗൗരവം സക്കാത്തിന്റെ കാര്യത്തിലുണ്ട്. വഅഖീമുസ് സ്വലാത്ത വഅതു സക്കാ. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അല്ലാഹു തആല നിസ്കരിക്കാൻ പറഞ്ഞ ഉടനെ പറയുന്നത് വഅതു സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഗൗരവത്തിൽ സക്കാത്തിനുണ്ടാകണം. പക്ഷേ മുസ്ലിം ഉമ്മത്തിന് അതൊരു ദുഃഖകരമായ സത്യമാണ്. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ശ്രദ്ധ സക്കാത്തിനില്ല. അപ്പോൾ നമ്മളുടെ വസ്ത്രം നമ്മൾ കഴുകാതെ ഉപയോഗിച്ചാൽ അത് നശിക്കുന്നത് പോലെ, നമ്മളുടെ ശരീരം മുഷിഞ്ഞിട്ടും കുളിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെ, നമ്മളുടെ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ വീട് നശിച്ചു പോകുന്നത് പോലെ, സമ്പത്ത് അത് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ സമ്പത്ത് നശിച്ചു പോകും. ആ സമ്പത്തിനെ വൃത്തിയാക്കാൻ, അതിനെ വിമലീകരിക്കാൻ, അതിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാനുള്ള പരിപാടിയാണ് സക്കാത്ത്. ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാലത്തി സകാത്തു മാലൻ ഖത്ത്. ഏതെങ്കിലും ഒരു സമ്പത്തിൽ സക്കാത്ത് കൂടിച്ചേർന്നാൽ, അഥവാ വർഷാവർഷം സമയാസമയം ആ സമ്പത്തിൽ നിന്ന് സക്കാത്തിനെ എടുത്തു മാറ്റിയില്ലെങ്കിൽ, അതിനെ കഴുകി ശുദ്ധിയാക്കിയില്ല എങ്കിൽ, ഇല്ല അഹ്ലഖ്തുഹു, ആ സക്കാത്തിന്റെ മുതല് ആ സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളിന് 100 ഗ്രാം സ്വർണമുള്ള ഒരാൾ ഒരു വർഷം പോകുമ്പോൾ അതിന്റെ 2.5% അതിൽ നിന്ന് അഴുക്കായിട്ട് മാറ്റേണ്ടതാണ്, സക്കാത്ത് കൊടുക്കേണ്ടതാണ്. പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതിന് ആ 2.5 ഗ്രാം ആ 100 ഗ്രാമിൽ നിന്ന് എടുത്ത് മാറ്റിയില്ല എങ്കിൽ അതിനെ നശിപ്പിക്കുന്നതാണ്. അഥവാ ഈ സമ്പത്ത് ദുനിയാവിലും ആഖിറത്തിലും അവന് ഉപകാരത്തിനപ്പുറം അവനത് ഉപദ്രവമായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാ. നിസ്കാരത്തെ പോലെ നിർവഹിക്കേണ്ടതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. നിസ്കാരത്തിൽ ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. നിസ്കാരത്തിന് സുന്നത്തുകളുണ്ട്, അതിന്റെ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഇതേ നിബന്ധനകൾ, ഇതേ നിയമങ്ങൾ സക്കാത്തിനുമുണ്ട്. നിസ്കാരം ബാത്തിലാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ സക്കാത്തും നിഷ്ഫലമാകാതിരിക്കാൻ, ബാത്തിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ സക്കാത്ത് നമ്മൾ നിർവഹിക്കണം. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സക്കാത്ത് എത്ര മുതലുണ്ടാകുമ്പോഴാണ്? കറൻസിയിൽ എത്ര സക്കാത്ത്, സ്വർണത്തിൽ എത്ര സക്കാത്ത്, കച്ചവട സാധനങ്ങളിൽ എത്ര സക്കാത്ത്, ഇത് മുഴുവനും അല്ലാഹു തആല നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അത് അതുപോലെ തന്നെ ചെയ്യണം. റമളാനാകുമ്പോൾ സുന്നത്തായ സ്വതക്കകൾ ഒരുപാട് ചെയ്യും, പക്ഷെ അത് സക്കാത്തിന് പകരമാവില്ല. ഒരു 10,000 രൂപ എടുത്തു വെച്ചിട്ട് 50-100 ചിലപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കും, അത് സക്കാത്താവില്ല.
ആ നിലയിൽ ചെയ്യുന്നതൊന്നുമല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവരവർക്കുള്ള മുതലിൽ നിന്ന് അതിന്റെ കൃത്യമായ കണക്ക് നോക്കിയിട്ട് അതിന്റെ കൃത്യമായ സമയങ്ങളിൽ, അത് ചിലപ്പോൾ റമദാൻ ആകണമെന്നില്ല, റമദാനും സക്കാത്തുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മറിച്ച് ഒരു സമ്പത്ത് നമ്മളെ കയ്യിൽ വന്ന് അതിന് നിശ്ചിത വർഷമാകുമ്പോൾ, അത് നിശ്ചിത അളവെത്തുമ്പോൾ, അത് കച്ചവടം തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആ കച്ചവടത്തിന്റെ വാർഷികം എത്തുമ്പോൾ, സ്വർണം കയ്യിൽ വന്നയാളാണെങ്കിൽ ആ കയ്യിൽ വന്നിട്ടുള്ള ഒരു വർഷം തികയുമ്പോൾ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലും സമയത്തിനുമൊക്കെ അത് നമ്മൾ ചെലവഴിച്ചാൽ, ആ സക്കാത്തിനെ കൊടുത്തുകൊണ്ട് സമ്പത്ത് വൃത്തിയാക്കിയാൽ ദുനിയാവിൽ നമുക്കും നമ്മളുടെ തലമുറകൾക്കും ആ സമ്പത്ത് ഉപയോഗപ്പെടും. അല്ല എങ്കിൽ ദുനിയാവിലും നമുക്കത് ദുഃഖങ്ങൾക്കും നഷ്ടങ്ങൾക്ക് കാരണമാകും. വല അദാബുൽ ആഖിറതി അക്ബർ, പരലോകത്തെ ശിക്ഷ ഈ ദുനിയാവിൽ കിട്ടുന്നതിനേക്കാൾ വലിയ കഠിനമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് പാവങ്ങൾക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കുണ്ടാകുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും നഷ്ടം സൂറത്തുൽ ഖലമിലെ ചില ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതൊന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയം നിർത്താം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, നാം മനുഷ്യരെ പരീക്ഷിക്കുന്നതാണ്. കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, ഒരു തോട്ടത്തിന്റെ, ഒരു ഉദ്യാനത്തിന്റെ ആളുകളെ നാം പരീക്ഷിച്ചതുപോലെ. ഒരു വലിയ സമ്പന്നനായ ഒരാൾ, അദ്ദേഹത്തിന് അല്ലാഹു തആല കുറെ എസ്റ്റേറ്റ് കൊടുത്തു, തോട്ടങ്ങൾ അല്ലാഹു തആല കൊടുത്തു, ഈന്തപ്പന തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ മനോഹരമാക്കി കൊടുത്തു. അദ്ദേഹം ആ തോട്ടങ്ങളിൽ നിന്ന് കൃഷി എടുക്കുമ്പോൾ അതിന്റെ കൃത്യമായ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു. അതിന്റെ അവകാശികൾ അദ്ദേഹത്തിന്റെ മക്കൾ കടന്നു വന്നു. പക്ഷേ അവർ ആദ്യമായി എടുത്ത തീരുമാനം, വാപ്പ കൊടുക്കുന്നത് പോലെ പാവമങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റൂല, വാപ്പ ആവശ്യമില്ലാതൊക്കെ ഇങ്ങനെ പലരെയും കണ്ടിട്ട് പലരെയും കൊടുത്തുകൊണ്ടിരുന്നു, നമുക്കങ്ങനെ കൊടുക്കാനൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഈ ആളുകളൊക്കെ കാണാതെ, പാവങ്ങൾ നമ്മളുടെ തോട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് അവരൊന്നും കാണാതെ നമുക്ക് വിളവെടുക്കണം. ഇത് ആ മക്കൾ തീരുമാനിച്ചു, ഇനി പാവങ്ങളെ കണ്ടിട്ട് അവർക്ക് കൊടുക്കാനുള്ളതൊന്നും കൊടുത്താൽ നമുക്ക് കുറവ് വന്നു പോകും, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവരാരും കാണാതെ രഹസ്യമായി നമുക്ക് വിളവെടുക്കണം, രഹസ്യമായി നമുക്ക് കൃഷി നടത്തണം, എന്നിട്ട് നമ്മൾ കൊണ്ടുപോകണം. അവർ അങ്ങനെ മക്കൾ തീരുമാനിച്ചു. നാളെ പ്രഭാതമാകുമ്പോൾ ആളുകളൊക്കെ തോട്ടിൽ എത്തുന്നതിന് മുമ്പ്, നേരം വെളുത്തതിന് ശേഷമായിരിക്കും ആളുകൾ നമ്മളുടെ സക്കാത്ത് വാങ്ങാൻ വരിക, പാവങ്ങൾ അവർക്ക് അർഹതപ്പെട്ടത് കൊണ്ടുപോകാൻ വരുന്നത്. പക്ഷേ അങ്ങനെ പ്രഭാതമായി അവരെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വെളുപ്പാങ്കാലത്ത് നേരം പുലരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാ വിളവെടുപ്പും എടുത്തുകൊണ്ട് നമുക്ക് സ്ഥലം വിടണം. അങ്ങനെ കരുതിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങിയ മക്കൾ ഖുർആൻ പറയുന്നു, പക്ഷേ അവരാ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് രാത്രി കിടന്നുറങ്ങി. ആ ഉറക്കത്തിനിടയിൽ അല്ലാഹു തആല അവരുടെ തോട്ടങ്ങളിലേക്ക് ഒരു സംഘത്തെ അയച്ചു. ആ കൃഷികളെല്ലാം കരിഞ്ഞു ഉണങ്ങി നശിച്ച് നാമാവിശേഷമായി. നേരം പുലരാറായപ്പോൾ അവർ പരസ്പരം സഹോദരങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വരിക, നേരെ പുലരും നമുക്ക് തോട്ടത്തിലേക്ക് പോകണോ, അതുകൊണ്ട് എല്ലാവരും വരണേ. എല്ലാവരും വിളിച്ചുകൂട്ടി. എല്ലാവരും സന്തോഷിച്ചു. ഈ നേരം പുലരുന്നതിന് മുമ്പ് ഒരു പാവപ്പെട്ടവൻ, ഒരു മിസ്കീൻ നമ്മുടെ തോട്ടത്തിൽ വരില്ല, അതുകൊണ്ട് ആർക്കും ഒന്നും കൊടുക്കേണ്ടി വരില്ല, ഉള്ളതെല്ലാം നമുക്ക് ശേഖരിച്ചുകൊണ്ട് നമുക്ക് സ്ഥലം വിടണമെന്ന് പറഞ്ഞുകൊണ്ട് തോട്ടത്തിലേക്ക് വരുമ്പോൾ അവർ തോട്ടത്തിലെത്തി നോക്കുമ്പോൾ വന്നവർ കണ്ട് അന്തം വിട്ടുപോയി. ആ മക്കള് ഒരൊറ്റ കൃഷിയില്ല, എല്ലാ പാതിരാത്രി അള്ളാഹു അയച്ച സൈന്യം എന്ത് ചെയ്തിരിക്കുന്നു, നശിപ്പിച്ച് നാമാവിശേഷമാക്കി. എല്ലാവരും കൈമലർത്തിക്കൊണ്ട് ഒരൊറ്റ ഉപയോഗവും നമുക്കുണ്ടായില്ലല്ലോ, ഒരു കൃഷി നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിൽപ്പെട്ട നല്ല മനസ്സുള്ളവർ പറഞ്ഞു, മക്കളെ, ഇത് വാപ്പ ചെയ്ത നന്മ നിങ്ങൾ കളഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് നിങ്ങൾക്ക് തന്ന പാഠമാണ്, അള്ളാഹ് നിങ്ങൾക്ക് തന്ന പരീക്ഷണമാണ്. എന്നിട്ട് ഖുർആൻ അവസാനം
അവസാനം പറയുന്നുണ്ട് ഇത് ചെറിയൊരു ശിക്ഷ ദുനിയാവിൽ കൊടുത്തതാണ്, എന്നാൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ പരലോകത്തവനും അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുണ്ട്. അല്ലാഹു തആല കൊടുത്ത സമ്പത്തിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പഠിക്കുന്നവൻ, അങ്ങനെയുള്ള ലുബ്ധതയുടെ മനസ്സുള്ളവർക്ക് ഈ ദുനിയാവും അവന്റെ സമ്പത്ത് എതിരായി മാറും. അവന്റെ പരമ്പരകൾ തലമുറകളെ നശിപ്പിച്ച് അവന് ദുഃഖമായി മാറും. നാളെ പരലോകത്തിലെല്ലാം ചുമന്നുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ട ദുർഗതി അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് അത് നമുക്ക് നാളെ നഷ്ടപ്പെടുമോ, നാളെ എങ്ങനെ ജീവിക്കും, നാളെ നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കും എന്നൊന്നും കരുതി കൊടുക്കേണ്ടത് നമ്മൾ തടയാൻ പാടില്ല. മടിക്കാതെ കൊടുക്കണം, മടിക്കാതെ കൊടുക്കണം. പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാകണം. അതിന് മുഅ്മിനിന് ഉണ്ടാകേണ്ട ഗുണമാണ്. പരിശുദ്ധമായ ഖുർആനിൽ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടേക്ക് അല്ലാഹു തആല ഒരു പോയിന്റ് പറയുന്നുണ്ട്, അവരുടെ സമ്പത്തിൽ പാവങ്ങൾക്ക് അവകാശമുണ്ട് എന്ന്. സത്യവിശ്വാസികൾ അവരുടെ ഗുണമാ, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്ക്, അവർക്ക് കിട്ടിയതുപോലെ വിഭവങ്ങൾ കിട്ടാത്തവർക്ക് അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട്. അത് സത്യവിശ്വാസികളുടെ പ്രത്യേകതയായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന്റെ പര്യവസാനത്തോടു കൂടി നമുക്കൊക്കെ നിർബന്ധമാകുന്ന ഒരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിന്റെ 1 മുതലേ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. അത് നമുക്ക് ഫർള് വീഴും. പക്ഷേ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഷവ്വാലിന്റെ പിറ കണ്ടതോടുകൂടിയാണ്, അല്ലെങ്കിൽ റമളാൻ 30 പൂർത്തിയാകുന്നതോടുകൂടിയാണ്. നമ്മുടെ വീട്ടിൽ ആ പിറ കാണുന്ന സമയത്ത് അപ്പോൾ വരെ ജനിച്ചിട്ടുള്ള ആരെല്ലാം നമ്മുടെ വീട്ടിലുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം 2.5 കിലോ ധാന്യം, നമ്മുടെ നാട്ടിലെ ധാന്യം തന്നെ നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കണം. പാവപ്പെട്ടവർക്ക് ഫിത്ർ സക്കാത്തിന്റെ പ്രത്യേകത വാങ്ങുന്നവർക്ക് തന്നെ കൊടുക്കലും നിർബന്ധമാകും. അങ്ങനെ സക്കാത്ത് പോലെയല്ല ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീനായ മനുഷ്യൻ, ഒരു ഫഖീറായ മനുഷ്യൻ, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കൽ, സക്കാത്ത് വാങ്ങൽ അവകാശിയാണ്. എന്നാൽ പെരുന്നാൾ ദിവസം അദ്ദേഹം സമൃദ്ധമായി കഴിയാനുള്ള ഭക്ഷണമുണ്ട്, അദ്ദേഹത്തിന് വസ്ത്രമുണ്ട്, പാർപ്പിടമൊക്കെ ഉണ്ട്, എന്നിട്ട് അദ്ദേഹത്തിന് ബാക്കി കാശുണ്ടെങ്കിൽ അവർക്ക് എന്ത് നിർബന്ധമാകും? ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. എന്നാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സക്കാത്ത് വാങ്ങാൻ അവകാശമാകും. കാരണം അദ്ദേഹം നോക്കുമ്പോൾ ഫക്കീറോ മിസ്കീനോ ആണ്. അദ്ദേഹത്തിന് ആവശ്യമായ സമ്പത്ത്, അദ്ദേഹത്തിന് ചെലവിനനുസരിച്ചുള്ള വരവില്ല എങ്കിൽ അദ്ദേഹത്തിന് മിസ്കീനോ ഫക്കീറായിട്ട് കൂട്ടാം. പക്ഷേ പെരുന്നാളിന്റെ ദിവസം അദ്ദേഹത്തിന് സമൃദ്ധമായി കഴിയാനുള്ള ഭക്ഷണവും വസ്ത്രമൊക്കെ ഉണ്ട്, അതിന് ബാക്കിയുണ്ടെങ്കിൽ അതാരെങ്കിലും കൊടുത്തതാകാം, അദ്ദേഹം സമ്പാദിച്ചതാകാം, ഉള്ളതാകാം. ഏതായാലും അവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും മിക്കവാറും നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അല്ലാഹു തആല അത് കൊടുത്തു വിടുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.